കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ MDMA-യുമായി ബോഡി ബിൽഡർ പിടിയിലായ കേസിൽ അന്വേഷണം ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. പ്രതി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം നടത്തും. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ലഹരിക്കെതിരെ സർക്കാർ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ കാര്യക്ഷമമായി തന്നെ തൂഫാൻ നടപ്പിലാക്കുകയാണ് ഇവിടെ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പല കേസുകൾ, അനിയന്ത്രിതമായ കേസുകൾ തന്നെയാണ് നിലവിൽ നമുക്ക് മുന്നിൽ വാർത്തകളായൊക്കെ വരുന്നത്. അപ്പോൾ നിലവിൽ ഈ ബോഡി ബിൽഡർ കൂടി ഉൾപ്പെട്ട ഒരു കേസ് വരികയാണ്. അപ്പോൾ ഈ രംഗത്തേക്കടക്കം ഇത് വ്യാപിപ്പിച്ചുകൊണ്ട്, അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും അവിടെയും തൂഫാനാക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതേണ്ടി വരിക. സ്വാഭാവികമായും പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്. ഇവിടെയാണ് മുഹമ്മദ് ഫസിൻ പിടിയിലാകുന്നതും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നതും. ഇതിൽ നിന്നും ഇയാൾ 350 ഗ്രാം MDMA കൊണ്ടുവന്നതിൽ വലിയ പങ്ക് പല ഇടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുൻപ് ആഡംബര ഹോട്ടലിൽ നിന്നും പിടിയിലായിട്ടുള്ള കെവിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കെവിൻ എത്തിക്കൊണ്ടിരുന്ന ലഹരി മരുന്ന് ഇപ്പോൾ ഇയാൾക്കാണ് എത്തുന്നത്. കെവിൻ്റെ ഒരു പങ്കാളിയാണ് ഇയാൾ എന്നുള്ള നിലയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നു. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസിൻ്റെ രീതിയിലുള്ള അന്വേഷണം ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 12 ലക്ഷം രൂപയാണ് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയതിലൂടെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പണം നൽകിയിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷാമിലി.